വെൽക്കം ബാക്ക് ടു ലേണേഴ്സ് കോർണർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 5ാമത്തെ യൂണിറ്റിലുള്ള സീഡ് ആൻഡ് സോയിൽ എന്ന് പറഞ്ഞ സ്റ്റോറിയുടെ ആക്ടിവിറ്റീസ് ആണ്. സ്റ്റോറി നമ്മളുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ ആക്ടിവിറ്റീസിലേക്ക് പോവാം. ആക്ടിവിറ്റി 1, ലുക്ക് അറ്റ് ദ ഫോളോയിങ് സെൻറ്റൻസ്. താഴെ കൊടുത്തിരിക്കുന്ന സെൻറ്റൻസ് നോക്കാനാണ് പറയുന്നത്. പാറു ലവ്ഡ് ഹെർ ഗ്രാൻഡ് മദർ വെരി മച്ച് ആൻഡ് കോൾഡ് ഹെർ എച്ചു അമ്മ. പാറു അവളുടെ ഗ്രാൻഡ് മദറിനെ വളരെയധികം സ്നേഹിച്ചിരുന്നു ആൻഡ് അവരെ എന്താണ് വിളിച്ചിരുന്നത്? എച്ചു അമ്മ എന്നാണ്. ഇവിടെ ഗ്രാൻഡ് മദർ എന്ന് പറയുന്ന വേർഡിന് അടിയിലായിട്ടൊരു അണ്ടർലൈൻ കൊടുത്തിട്ടുണ്ട് അല്ലേ. വാട്ട് ഈസ് സ്പെഷ്യൽ അബൌട്ട് ദ അണ്ടർലൈൻഡ് വേർഡ്? അപ്പം എന്താണ് ആ ഒരു അണ്ടർലൈൻഡ് വേർഡിൻ്റെ സ്പെഷ്യാലിറ്റി, പ്രത്യേകത എന്നാണ് ഇവിടെ ക്വസ്റ്റ്യൻ. ലെറ്റ് us see. അപ്പോൾ ഈ ഒരു അണ്ടർലൈൻഡ് വേർഡ് എന്താണ്? ഗ്രാൻഡ് മദർ എന്നുള്ളത് സെപ്പറേറ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്, ഗ്രാൻഡ് മദർ അല്ലേ. ആ ഒരു രണ്ട് വേർഡ്സ് ഒരുമിപ്പിച്ചിട്ട് ജോയിൻ ചെയ്തിട്ട് ഗ്രാൻഡ് മദർ എന്നുള്ള മീനിങ് ഫുൾ ആയിട്ടുള്ളൊരു സിംഗിൾ വേർഡാക്കി മാറ്റി അല്ലേ. അതാണ് നമുക്കിവിടെ കാണിച്ചു തന്നിട്ടുള്ളത്. ഇനി താഴെ നോക്കാം. ചൂസ് 2 അപ്രോപ്രിയേറ്റ് പിക്ചേഴ്സ് ടു ഗെറ്റ് സിംഗിൾ മീനിങ് ഫുൾ വേർഡ്സ്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? ഇവിടെ കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്, നമ്മളത് ചൂസ് ചെയ്യണം. 2 ഉചിതമായ പിക്ചേഴ്സ് ചൂസ് ചെയ്തിട്ട്, ചിത്രങ്ങൾ നമ്മൾ ചൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു അർത്ഥമുള്ള ഒരു സിംഗിൾ വേർഡായിട്ട് മാറ്റണം. ഇവിടെ ഒരു എക്സാമ്പിൾ നമുക്ക് കൊടുത്തിട്ടുണ്ട്. എന്താണ്? സൺഫ്ലവർ അല്ലേ. ഇവിടെ പിക്ചറിൽ കാണാം സണ്ണും ഉണ്ട് ഫ്ലവറും ഉണ്ട്. അപ്പം സൺഫ്ലവർ, അത് ബാക്കിയുള്ളത് നമ്മൾ ചെയ്യണം. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ഹാൻഡ്, കൈയും ഉണ്ട്, അതേപോലെ ഒരു ബാഗും ഉണ്ട്. അപ്പോൾ നമുക്ക് അതെങ്ങനെ കണക്ട് ചെയ്യാം? ഹാൻഡ് ബാഗ് എന്ന് നമുക്ക് ഒരു സിംഗിൾ വേർഡാക്കി മാറ്റാം അല്ലേ. ഇനി ഇവിടെ ബാക്കിയുള്ള പിക്ചേഴ്സ് ഏതിൻ്റെയൊക്കെയാണ്? ഒരു സ്റ്റാറും ഉണ്ട്, ഒരു ഫിഷും ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് അതെങ്ങനെ കണക്ട് ചെയ്യാം? സ്റ്റാർ ഫിഷ് അല്ലേ, നക്ഷത്ര മത്സ്യം, സ്റ്റാർ ഫിഷ്. ആക്ടിവിറ്റി 2, complete the questions using the words given in the brackets. Write the answers after reading the text. അപ്പോൾ എന്താ പറയുന്നത്? complete the questions. ഇവിടെ താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് അല്ല, അപ്പോൾ അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. എങ്ങനെയാണ്? യൂസിങ് ദ വേർഡ്സ് ഗിവൺ ഇൻ ദ ബ്രാക്കറ്റ്സ്. ബ്രാക്കറ്റ്സിൽ കുറച്ച് ക്വസ്റ്റ്യൻ വേർഡ്സ് കൊടുത്തിട്ടുണ്ട്, അത് വെച്ചിട്ടാണ് നമ്മൾ ആ ക്വസ്റ്റ്യന് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്? ഹൂ, വൈ, വാട്ട്. ഹൂ എന്ന് പറഞ്ഞാൽ ആര്, വൈ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട്, വാട്ട് എന്ന് പറഞ്ഞാൽ എന്ത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വേർഡ്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. റൈറ്റ് ദ ആൻസേഴ്സ് ആഫ്റ്റർ റീഡിങ് ദ ടെക്സ്റ്റ്. അതായത് നമ്മൾ സ്റ്റോറി വായിച്ചിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. വേർ ഡിഡ് പാറു ലീവ്? പാറു എവിടെയാണ് ജീവിച്ചിരുന്നത്? എവിടെയാണ്? പാറു ലീവ്ഡ് ഇൻ എ റിമോട്ട് വില്ലേജ്. അവളൊരു റിമോട്ട് വില്ലേജ്, ഒരു ഉൾഗ്രാമത്തിലായിരുന്നു ജീവിച്ചിരുന്നത്. അത് ഇവിടെ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആണ്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഡാഷ് വാസ് പാറൂസ് റിയൽ നെയിം. അപ്പോൾ നമ്മളിവിടെ എന്താണ് ഫില്ല് ചെയ്യേണ്ടത്? പാറുവിൻ്റെ റിയൽ നെയിം എന്തായിരുന്നു എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ എന്ത് ഫില്ല് ചെയ്യണം? ആ ഒരു ബ്രാക്കറ്റിൽ വാട്ടാണ് നമ്മളിവിടെ ചൂസ് ചെയ്യേണ്ടത്. വാട്ട് വാസ് പാറൂസ് റിയൽ നെയിം? എന്തായിരുന്നു പാറുവിൻ്റെ യഥാർത്ഥ പേര് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമ്മൾ എന്ത് ആൻസർ ചെയ്യണം? പാറൂസ് റിയൽ നെയിം വാസ് പാർവതി. പാറുവിൻ്റെ ശരിക്കുള്ള പേരെന്താണ്? പാർവതി എന്നാണ്. അടുത്തത് എന്താണ്? ഡാഷ് അഡ്വൈസ്ഡ് പാറു ടു റിട്ടേൺ ഹോം. അപ്പോൾ ഇവിടെ എന്താണ്? ആരാണ് പാറുവിനെ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ ഉപദേശിച്ചത് എന്നാണ് ചോദ്യം വരേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ബ്രാക്കറ്റിൽ നിന്ന് ഏതാ ചൂസ് ചെയ്യേണ്ടത്? ആര് എന്നുള്ള വേർഡാണ്. അത് എന്താണ്? ഹൂ എന്നാണ് അല്ലേ നമ്മൾ ഇംഗ്ലീഷിൽ പറയാം. അപ്പോൾ ഹൂ അഡ്വൈസ്ഡ് പാറു ടു റിട്ടേൺ ഹോം എന്ന് നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടും. അപ്പോൾ നമ്മൾ എന്താണ് ആൻസർ ചെയ്യേണ്ടത്? ഗ്രാൻഡ്മ അഡ്വൈസ്ഡ് പാറു ടു റിട്ടേൺ ഹോം. ഗ്രാൻഡ്മയാണ് പാറുവിനെ വീട്ടിലേക്ക് പോകാൻ ഉപദേശിച്ചത്. നെക്സ്റ്റ് എന്താണ്? ഡാഷ് ഡിഡ് പാറു ലുക്ക് ബാക്ക് ടുവേർഡ്സ് ഹെർ ഹോം. എന്തുകൊണ്ടാണ് പാറു അവളുടെ വീട്ടിൻ്റെ അടുത്തേക്ക് തിരിഞ്ഞു നോക്കിയത് എന്നാണ് ചോദ്യം വരുന്നത്. അപ്പം എന്തുകൊണ്ട് എന്നുള്ളതിന് നമ്മൾ എന്താണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്? വൈ ഡിഡ് പാറു ലുക്ക് ബാക്ക് ടുവേർഡ്സ് ഹെർ ഹോം എന്നാണ് ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യാം? പാറു ലുക്ക്ഡ് ബാക്ക് ടുവേർഡ്സ് ഹെർ ഹോം ബിക്കോസ് ഷീ എക്സ്പെക്റ്റഡ് ഹെർ ഫാദേഴ്സ് അറൈവൽ. പാറു അവളുടെ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കിയതിന് കാരണം അവളുടെ അച്ഛൻ അന്ന് വരും എന്നുള്ള ഒരു പ്രതീക്ഷ അവൾക്കുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ ആൻസർ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് പാറു ലുക്ക്ഡ് ബാക്ക് ടുവേർഡ്സ് ഹെർ ഹോം ഫോർ സെർച്ചിങ് ഹെർ ഫാദർ, അങ്ങനെയും ആൻസർ ചെയ്യാം. അവളുടെ അച്ഛനെ തിരഞ്ഞതായിരുന്നു എന്നും ആൻസർ ചെയ്യാം കേട്ടോ.
Activity 3. Read the following paragraph and complete it using the correct form of the words given in the brackets. 2 examples are done for you. അപ്പോൾ എന്താ പറയുന്നത്, റീഡ് ദ ഫോളോയിങ് പാരഗ്രാഫ്, താഴെ കൊടുത്തിരിക്കുന്ന പാരഗ്രാഫ് നമ്മൾ വായിക്കാം. ആൻഡ് കംപ്ലീറ്റ് ഇറ്റ് യൂസിങ് ദ കറക്റ്റ് ഫോം ഓഫ് ദ വേർഡ്സ് ഗിവൺ ഇൻ ദ ബ്രാക്കറ്റ്സ്. അപ്പോൾ ആ ഒരു പാരഗ്രാഫിൽ, നമ്മളുടെ ഈ താഴെ കാണുന്ന പാരഗ്രാഫിൽ കുറച്ച് ഭാഗം നമ്മൾ ബ്ലാങ്ക് ആയിട്ട് കാണുന്നുണ്ട് അല്ലേ, അത് നമ്മൾ ഫില്ല് ചെയ്യണം. എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത്? യൂസിങ് ദ കറക്റ്റ് ഫോം ഓഫ് ദ വേർഡ്സ് ഗിവൺ ഇൻ ദ ബ്രാക്കറ്റ്സ്. ബ്രാക്കറ്റ്സിൽ കൊടുത്തിട്ടുള്ള വേർഡിൻ്റെ കറക്റ്റ് ഫോം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പാരഗ്രാഫിൽ ബ്ലാങ്ക് ആയിട്ടുള്ള സ്ഥലം ഫില്ല് ചെയ്യേണ്ടത്. 2 എക്സാമ്പിൾസ് ആർ ഡൺ ഫോർ യു. 2 എക്സാമ്പിൾസ് നമുക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുണ്ട്. ജിമ്മി ആൻഡ് പിങ്കി വർ ഗുഡ് ഫ്രണ്ട്സ്. ജിമ്മിയും പിങ്കിയും വളരെ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. വൺ ഡേ ദേ വർ പ്ലേയിങ് അണ്ടർ എ ബിഗ് മാംഗോ ട്രീ. വൺ ഡേ, ഒരു ദിവസം, ദേ വർ പ്ലേയിങ് അണ്ടർ എ ബിഗ് മാംഗോ ട്രീ. അവർ രണ്ടുപേരും ഒരു വലിയ മാംഗോ ട്രീ, ഒരു മാവിൻ്റെ അടിയിലായിട്ട്, അണ്ടർ മീൻസ് താഴെയായിട്ട് നിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദേ ഹേർഡ് എ സ്ക്വീക്കിംഗ് സൗണ്ട് ഫ്രം സംവെയർ. അവർ എവിടെ നിന്ന് ഒരു സ്ക്വീക്കിംഗ് സൗണ്ട് കേട്ടു. സ്ക്വീക്കിംഗ് സൗണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് സ്ക്യുറലിൻ്റെ സൗണ്ടാണ് കേട്ടോ. സ്ക്യുറൽ എന്ന് പറഞ്ഞാൽ അണ്ണാൻ ശബ്ദമുണ്ടാക്കുന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ബാക്കി ഭാഗം വായിക്കുമ്പോൾ മനസ്സിലാവും. ജിമ്മി ലുക്ക്ഡ് അപ്പ്. അപ്പോൾ ഇവിടെ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വേർഡ് കാണാമല്ലോ. ലുക്ക്ഡ് എന്ന് എഴുതിയതിൻ്റെ ഇപ്പുറത്തായിട്ട് നമുക്ക് കാണാം ലുക്ക് എന്ന് ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ബ്രാക്കറ്റിൽ ഇങ്ങനെയാണ് കൊടുക്കുക. കറക്റ്റ് ഫോം നമ്മൾ ബ്ലാങ്ക് ആയി കിടക്കുന്ന സ്ഥലത്ത് ഫില്ല് ചെയ്യണം. ഓക്കെ, അപ്പോൾ ജിമ്മി ലുക്ക്ഡ് അപ്പ്. അപ്പോൾ ജിമ്മി എന്ത് ചെയ്തു, മുകളിലേക്ക് നോക്കി. അപ്പോൾ ഇത് പാസ്റ്റ് ടെൻസിലാണ് ഈ ഒരു പാരഗ്രാഫ് ഉള്ളത്. അപ്പം നമ്മൾ അങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത്. ഹീ സോ എ സ്ക്യുറൽ ഗ്രീഡ്ലി ഈറ്റിംഗ് എ റൈപ്പ് മാംഗോ. അപ്പം അവൻ കണ്ടു, അവൻ കണ്ടു. എന്താ കണ്ടത്? സ്ക്യുറൽ ഗ്രീഡ്ലി ഈറ്റിംഗ് എ റൈപ്പ് മാംഗോ. ഒരു അണ്ണാന് എന്താ ചെയ്യുന്നത്, ഒരു റൈപ്പ് മാംഗോ എന്ന് പറഞ്ഞാൽ പഴുത്ത മാങ്ങ, ഗ്രീഡ്ലി ഈറ്റിംഗ്, വളരെ ആർത്തിയോടുകൂടി ഇഷ്ടത്തോടു കൂടി കഴിച്ചു കൊണ്ടിരിക്കുന്നത് കണ്ടു. ഓ റൈപ്പ് മാംഗോസ്. അപ്പം എന്താ പറയുന്നത്, ജിമ്മി കോൾഡ് ഔട്ട് ലൗഡ്ലി. അപ്പം ഓ റൈപ്പ് മാംഗോസ്, ഓ പഴുത്ത മാമ്പഴം. ജിമ്മി കോൾഡ് ഔട്ട് ലൗഡ്ലി, ജിമ്മി ഉറക്കെ പറഞ്ഞു. പിങ്കി റിക്വസ്റ്റഡ് ജിമ്മി ടു ഗെറ്റ് ദ റൈപ്പ് മാംഗോസ്. അപ്പം പിങ്കി എന്ത് ചെയ്യാണ്, ജിമ്മിനോട് റിക്വസ്റ്റ് ചെയ്യാണ്, എന്താണ്, പഴുത്ത മാങ്ങ പറിച്ചു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ബ്രാക്കറ്റിൽ റിക്വസ്റ്റ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കറക്റ്റ് ഫോം എഴുതിയിട്ടുള്ളത് എന്താണ്, റിക്വസ്റ്റഡ് എന്നാണ് അല്ലേ. ഇനി വരുന്ന ഭാഗങ്ങൾ നമ്മളാണ് ഫില്ല് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് ചെയ്യാം. ജിമ്മി ഡാഷ് കൊടുത്തിട്ടുണ്ട് അല്ലേ, അവിടെ പിക്ക് എന്ന് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളവിടെ എന്തായിരിക്കും എഴുതേണ്ടി വരിക, ED കൂട്ടിച്ചേർത്തിട്ട് എഴുതണം. അപ്പോൾ എങ്ങനെ വരും, ജിമ്മി പിക്ക്ഡ് അപ്പ് സം ഷാർപ്പ് സ്റ്റോൺസ് ഫ്രം ദ ഗ്രൗണ്ട്. പിക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, എടുക്കുക. ഇപ്പം എടുത്തു, ഈ ഒരു പാരഗ്രാഫ് പാസ്റ്റ് ടെൻസിലാണല്ലോ വരുന്നത്. അപ്പോൾ ജിമ്മി പിക്ക്ഡ് അപ്പ് എന്ന് പറയണം. അതായത് ജിമ്മി എടുത്തു സം ഷാർപ്പ് സ്റ്റോൺസ്, നല്ല കൂർത്ത കല്ലുകൾ, ഫ്രം ദ ഗ്രൗണ്ടിൽ നിന്ന്, നിലത്ത് നിന്ന്. ആൻഡ് ഇവിടെ ബ്രാക്കറ്റിൽ സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ എന്താണ് അവിടെ ഫില്ല് ചെയ്യേണ്ടത്, സ്റ്റാർട്ടഡ് ത്രോയിങ് ദം അപ്പ് അറ്റ് ദ മാംഗോസ്. അപ്പോൾ ആ കല്ലുകൾ അവന് ഗ്രൗണ്ടിൽ നിന്ന് എടുത്തിട്ടുണ്ട് അല്ലേ. എന്നിട്ട് എന്താ ചെയ്യാൻ തുടങ്ങിയത്, സ്റ്റാർട്ടഡ് ത്രോയിങ് ദം അപ്പ് അറ്റ് ദ മാംഗോസ്. ആ കല്ലുകൾ എറിയാൻ തുടങ്ങി മാംഗോസിനെ നോക്കിയിട്ട്. എന്തിനാണ്, മാങ്ങ എറിഞ്ഞ് താഴെ ഇടാൻ വേണ്ടിയിട്ട് അല്ലേ, അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ സ്റ്റാർട്ടഡ് എന്നുള്ളതാണ് കറക്റ്റ് ഫോം കേട്ടോ. എ ബിഗ് റൈപ്പ് മാംഗോ ഫെൽ ഓൺ ദ ഗ്രൗണ്ട്. അപ്പം ഒരു വലിയ പഴുത്ത മാങ്ങ താഴെ നിലത്ത് വീണു. പിങ്കി ആൻഡ് ജിമ്മി റാൻ ഫാസ്റ്റ് ടു പിക്ക് ദ മാംഗോ. പിങ്കിയും ജിമ്മിയും നല്ല സ്പീഡിൽ ഓടി. എന്തിനാണ്, പിക്ക് ദ മാംഗോ, ആ മാങ്ങ എടുക്കാൻ വേണ്ടിയിട്ട്. വൈൽ റണ്ണിങ് പിങ്കി പുഷ്ഡ് ജിമ്മി ആൻഡ് സ്നാച്ച്ഡ് ദ മാംഗോ എന്നാണ് വരിക. അപ്പോൾ പിങ്കി എന്ത് ചെയ്തു, പുഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, തള്ളുക അല്ലേ. അപ്പോൾ ഇവിടെ തള്ളിയിട്ടു എന്ന് വേണം. അപ്പം പുഷ്ഡ് എന്നാണ് വരിക. അപ്പോൾ എന്താ വരിക, പിങ്കി പുഷ്ഡ് ജിമ്മി ആൻഡ് സ്നാച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ തട്ടിപ്പറിക്കുക എന്നാണ്. സ്നാച്ച്ഡ് എന്ന് വേണം. അപ്പോൾ തട്ടിപ്പറിച്ചു എന്ന് വരും. സ്നാച്ച്ഡ് ദ മാംഗോ, എന്ത്, മാങ്ങ തട്ടിപ്പറിച്ചു. Poor Jimmy, he didn't get the mango. പാവൻ ജിമ്മി, he didn't get the mango. അവന് മാങ്ങ കിട്ടിയില്ല. On seeing Jimmy's sad face, പിങ്കി ഷെയർ എന്ന് കൊടുത്തിട്ടുണ്ടല്ലേ ബ്രാക്കറ്റിൽ. അത് നമ്മൾ എന്ത് എഴുതണം, ഷെയർഡ് ദ മാംഗോ വിത്ത് ഹിം. ഓൺ സീയിങ് ജിമ്മി സാഡ് ഫേസ്, ജിമ്മിയുടെ സാഡ് ആയിട്ടുള്ള സങ്കടപ്പെട്ട് നിൽക്കുന്ന ആ ഒരു മുഖം കണ്ടിട്ട് പിങ്കി എന്ത് ചെയ്തു, പിങ്കി ഷെയർഡ് ദ മാംഗോ വിത്ത് ഹിം.
പിങ്കി അവന് മാംഗോ ഷെയർ ചെയ്തു എന്നാണ് വരുന്നത്. അപ്പം SHARED വരും, ഷെയർഡ് എന്ന് വരും. ഓക്കെ. ആക്ടിവിറ്റി 4 നോക്കാം. വേൾഡ് ഫാമേഴ്സ് ഡേ May 14th ഹാസ് അറൈവ്ഡ്. അപ്പം വേൾഡ് ഫാമേഴ്സ് ഡേ ആണ് May 14th, ലോക കർഷക ദിനം. പാറു തോട്ട് ഐ മസ്റ്റ് സർപ്രൈസ് മൈ ഗ്രാൻഡ്മ എ ഗ്രീറ്റിംഗ് കാർഡ്. ലെറ്റ് us ഹെൽപ്പ് പാറു മേക്ക് ദ ഗ്രീറ്റിംഗ് കാർഡ്. അപ്പോൾ എന്താണ്, ഫാമേഴ്സ് ഡേ വന്നിട്ടുണ്ട്. അപ്പോൾ പാറു ചിന്തിക്കുകയാണ് അവളുടെ ഗ്രാൻഡ്മേനെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കാൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ലെറ്റ് us ഹെൽപ്പ് പാറു മേക്ക് ദ ഗ്രീറ്റിംഗ് കാർഡ്. നമ്മൾ പാറുവിനെ ആ ഒരു ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് എന്താണ് ഫാർമേഴ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കോട്ട്സ് ഒക്കെ കൊടുക്കാം. അപ്പം ഇവിടെ ഞാൻ 2 കോട്ട്സ് കൊടുക്കുന്നുണ്ട്. ദ ഫാർമർ ഹാസ് ടു ബി ആൻ ഒപ്റ്റിമിസ്റ്റ് ഓർ ഹി വുഡിൻറ്റ് സ്റ്റിൽ ബി എ ഫാർമർ. അപ്പോൾ ഒരു ഫാർമർ, ഒരു കർഷകൻ എപ്പോഴും എന്തായിരിക്കണം, ഒപ്റ്റിമിസ്റ്റ് ആയിരിക്കണം. അതായത് ശുഭാപ്തി വിശ്വാസമുള്ള ആളായിരിക്കണം, അല്ലെങ്കിൽ അവരൊരു ഫാർമറായി നിൽക്കില്ല എന്നാണ് പറയുന്നത്. വിൽ റോജേഴ്സിൻ്റെയാണ് ഈ ഒരു കൊട്ടേഷൻ. ഫാർമർ ഈസ് എ മെജീഷ്യൻ ഹു പ്രൊഡ്യൂസ്ഡ് മണി ഫ്രം ദ മഡ്. അപ്പോൾ എന്താ പറയുന്നത്, ഒരു കർഷകൻ എന്ന് പറയുന്നത് ഒരു മെജീഷ്യനാണ്. മെജീഷ്യൻ എന്ന് പറഞ്ഞാൽ മാന്ത്രികനാണ്. ഹു പ്രൊഡ്യൂസ്ഡ് മണി ഫ്രം ദ മഡ്. ആ ഒരു കർഷകൻ എന്ത് ചെയ്യും, ചെളിയിൽ നിന്ന് പണമുണ്ടാക്കും എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് കൃഷി ചെയ്തിട്ടില്ലേ. അമിത് കലന്ത്രിൻ്റെ കോട്ടാണ് ഇത്. അപ്പോൾ നിങ്ങൾ ഗ്രീറ്റിംഗ് കാർഡ് തയ്യാറാക്കുന്ന സമയത്ത് ഈ കോട്ട്സൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അതേപോലെ എന്താണ്, നല്ല നല്ല പിക്ചേഴ്സൊക്കെ വരയ്ക്കാം കൃഷിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള. പിന്നെ നിങ്ങൾക്ക് വേൾഡ് ഫാമേഴ്സ് ഡേ May 14th എന്നൊക്കെ കൊടുക്കാം. അല്ലെങ്കിൽ എന്താണ്, ഹാപ്പി ഫാമേഴ്സ് ഡേ എന്ന് ഇതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് വെച്ച് നല്ല കളർഫുള്ളായിട്ടൊക്കെ എഴുതാം. പിന്നെ ഇതവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലേ, അത് നിങ്ങളുടെ പാഠഭാഗത്തു നിന്ന് തന്നെ കൊടുത്തിട്ടുള്ളതാണ്. അത് നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വരയ്ക്കാം. വയലേലകളുടെ ചിത്രവും അതേപോലെ എന്താണ് കർഷകരുടെ ചിത്രമൊക്കെ നിങ്ങൾക്ക് വരയ്ക്കാം. അത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ഉചിതമായ പിക്ചേഴ്സ് നിങ്ങൾക്ക് ഈ ഒരു ഗ്രീറ്റിംഗ് കാർഡിൽ ആഡ് ചെയ്യാം കേട്ടോ. ആക്ടിവിറ്റി 5. പാറു ആൻഡ് ഹർ ഗ്രാൻഡ് മദർ വർ ഇൻ ദർ പാഡി ഫീൽഡ്. പാറുവും അവളുടെ ഗ്രാൻഡ് മദറും പാഡി ഫീൽഡിലാണ്. അത് നമ്മൾ ഈ ഒരു ചാപ്റ്റർ വായിച്ച സമയത്ത് കണ്ടിട്ടുണ്ടല്ലേ ആ ഒരു പിക്ചർ. യു ഹാവ് സീൻ സച്ച് പാഡി ഫീൽഡ്സ് ഹാവൻറ്റ് യു. നിങ്ങൾ അങ്ങനെയുള്ള പാഡി ഫീൽഡ്സ് കണ്ടിട്ടുണ്ടോ, നെൽവയലുകൾ കണ്ടിട്ടുണ്ടോ എന്നാണ് ചോദ്യം. ഡ്രോ എ പിക്ചർ ഓഫ് എ പാഡി ഫീൽഡ് ഇൻ യുവർ നോട്ട്ബുക്ക്. നിങ്ങളുടെ നോട്ട്ബുക്കിൽ നിങ്ങൾ ഒരു പാഡി ഫീൽഡിൻ്റെ ചിത്രം വരയ്ക്കാനാണ് പറയുന്നത്. അത് നിങ്ങൾ വരയ്ക്കുക കേട്ടോ. റൈറ്റ് എ ഫ്യൂ സെൻറ്റൻസസ് അബൌട്ട് ഇറ്റ്. അപ്പം ആ പാഡി ഫീൽഡിനെ കുറിച്ച് കുറച്ച് സെൻറ്റൻസസ് എഴുതാനാണ് പറയുന്നത്. അത് നമുക്ക് എഴുതാം. We can see paddy fields mostly in villages, especially during the rainy season. അപ്പോൾ നമ്മൾ അധികവും ഈ പാഡി ഫീൽഡ്സ്, നെൽവയലുകൾ കാണുന്നത് വില്ലേജസിലാണ്, ഗ്രാമങ്ങളിലാണ്. പ്രത്യേകിച്ച് എപ്പോഴാണ്, മഴക്കാലത്താണ് അല്ലേ. ആൻഡ് ഇറ്റ് മേക്സ് ദ പ്ലേസസ് മോർ ബ്യൂട്ടിഫുൾ. മാത്രമല്ല ഈ നെൽവയലുകൾ ആ പ്രദേശത്തെ തന്നെ എന്താക്കുന്നു, നല്ല ഭംഗിയുള്ളതാക്കുന്നു. ഇറ്റ് ഈസ് എ വാസ്റ്റ് ഏരിയ ഓഫ് കൾട്ടിവേഷൻ. ഇതെന്താണ്, വളരെ വിശാലമായിട്ടുള്ളൊരു കൃഷിയിടം തന്നെയാണ്. വി നീഡ് എ ലോട്ട് ഓഫ് എഫേർട്ട് ടു ഗ്രോ പാഡി ഫീൽഡ്സ്. നമുക്ക് ഈ പാഡി ഫീൽഡ്സ്, അതായത് നെൽവയലുകൾ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് നന്നായിട്ട് വളർത്തിയെടുക്കാൻ ഒരുപാട് കഷ്ടപ്പെടണം അല്ലേ. നമുക്കതിൻ്റെ പിറകിൽ ഒരുപാട് എഫേർട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. റൈസ് ഈസ് ഗ്രോൺ ഇൻ പാഡി ഫീൽഡ്. അരി നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്, എവിടെയാണ് ഉണ്ടാവുക, പാഡി ഫീൽഡ്സിലാണ്. ദീസ് ഫീൽഡ്സ് ആർ സീൻ മോസ്റ്റ്ലി ഫ്ലഡഡ് വിത്ത് വാട്ടർ. അധികവും നമ്മൾ ഈ നെൽവയലുകൾ കാണുക വെള്ളം നിറഞ്ഞ ആ ഒരു രീതിയിലാണ് അല്ലേ. അപ്പം ഇത്രയും സെൻറ്റൻസസ് ആണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഇത് മാത്രമല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെൻറ്റൻസസ് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയാണ് പറഞ്ഞു വെക്കുന്നത്. ആക്ടിവിറ്റി 6 നോക്കാം. എച്ചു അമ്മ എൻജോയ് ദ ബ്യൂട്ടി ഓഫ് ദ ഗ്രീൻ പാഡി ഫീൽഡ്. എച്ചു അമ്മ എന്താണ്, പച്ചപ്പ് നിറഞ്ഞ ആ ഒരു പാഡി ഫീൽഡിൻ്റെ, നെൽവയലുകളുടെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് നിന്നു. ഷീ ഹെൽഡ് ദ ഗ്രീൻ പാഡി പ്ലാന്റ്സ് ക്ലോസ് ടു ഹർ ചെസ്റ്റ്. എന്താണ് ചെയ്തത്, ഷീ ഹെൽഡ് ദ ഗ്രീൻ പാഡി പ്ലാന്റ്സ്, അതായത് ഒരു തൈ ഉണ്ടല്ലോ, അത് ഇങ്ങനെ അവരുടെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ക്ലോസ് ടു ഹർ ചെസ്റ്റ് എന്നാണ് പറയുന്നത്. ആൻഡ് സ്റ്റാർട്ടഡ് സിംഗിങ് എ ബ്യൂട്ടിഫുൾ ഫോക്ക് സോങ്. എന്നിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി, സ്റ്റാർട്ടഡ് സിംഗിങ് എ ബ്യൂട്ടിഫുൾ ഫോക്ക് സോങ്. നല്ല മനോഹരമായിട്ടുള്ള ഒരു ഫോക്ക് സോങ്, നാടൻ പാട്ട് പാടാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. ഫോക്ക് സോങ് എന്ന് പറഞ്ഞാൽ നാടൻ പാട്ടാണ് കേട്ടോ. റീഡ് ദ സോങ് ആൻഡ് ആഡ് മോർ ലൈൻസ് ടു ഇറ്റ്. അപ്പോൾ ഈ ഒരു സോങ് വായിച്ചിട്ട് ഇതിൽ ലൈൻസ് ആഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. വി ആർ ഫാമേഴ്സ് ഓൺ ദിസ് ലാൻഡ്.
നമ്മൾ ഈ ഒരു ഭൂമിയിലെ കർഷകരാണ് എന്നാണ് പറയുന്നത്. വി പ്ലോ ദ സോയിൽ, വി ടിൽ ദ സോയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അതായത് കർഷകർ നിലം ഉഴുത് വൃത്തിയാക്കുന്നുണ്ട് അല്ലേ. ഈ എന്താണ്, നമ്മൾ കൃഷി ചെയ്യുന്നതിന് മുമ്പായിട്ട് ആദ്യം എന്ത് ചെയ്യണം, നിലം ഉഴുത് റെഡിയാക്കണം അല്ലേ, അവിടെ വിത്ത് വിതയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എന്താ ചെയ്യുന്നത്, വി സോ ദ സീഡ്സ് വി സീ ദം ഗ്രോ. അപ്പം അവർ നിലം ഉഴുതതിന് ശേഷം എന്ത് ചെയ്യും, സീഡ്സ് എല്ലാം വിത്ത് വിതയ്ക്കും, എന്നിട്ട് സീ ദം ഗ്രോ. അതായത് ആ ഒരു വിത്ത് മുളച്ച് നല്ല പ്ലാന്റായിട്ട് നന്നായിട്ട് വളരുന്നത് അവർ നോക്കി നിൽക്കും. വി ആർ ഹാപ്പി ഇൻ ദിസ് വേൾഡ്. ഞങ്ങൾ ഈ ഒരു ലോകത്തിൽ എന്താണ്, ഹാപ്പിയാണ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ലൈന് റിപ്പീറ്റേഷൻ ആണ്. വി ആർ ഫാമേഴ്സ് ഓൺ ദിസ് ലാൻഡ്. ഞങ്ങൾ ഈ ഒരു എന്താണ്, ഭൂമിയിലെ ഫാമേഴ്സ് ആണ്, ലാൻഡിലെ ഫാമേഴ്സ് ആണ് എന്നാണ് പറയുന്നത്. ഇനിയുള്ള 2 ലൈൻസ് നമ്മൾ ഫില്ല് ചെയ്യണം. അത് നമുക്ക് ചെയ്യാം. വി കെയർ ദ ക്രോപ്സ് വിത്ത് ലവ്. അതായത് ക്രോപ്സ് എന്ന് പറഞ്ഞാൽ വിളകൾ. എന്താ പറയുന്നത്, ഞങ്ങൾ സ്നേഹത്തോടു കൂടി ഈ വിളകളെ പരിപാലിക്കും. പിന്നെ എന്താണ്, വി മാനുവർ ദ ക്രോപ്സ് ടു ഗ്രോ. മാനുവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളം ചെയ്യുന്നതിനാണ് മാനുവർ എന്ന് പറയാം. അപ്പോൾ എന്താണ്, വി മാനുവർ ദ ക്രോപ്സ് ടു ഗ്രോ. ഈ ഒരു വിളകൾ നന്നായി വളരാൻ വേണ്ടി ഞങ്ങൾ വളം ചെയ്യും എന്നാണ് മീനിങ് വരുന്നത് കേട്ടോ. വി ആർ ഹാപ്പി ഇൻ ദിസ് വേൾഡ്. ഞങ്ങൾ ഈ ഒരു ലോകത്തിൽ ഹാപ്പിയാണ്. അത് റിപ്പീറ്റേഷൻ ആണ് കേട്ടോ. നെക്സ്റ്റ് എന്താണ്, അടുത്ത സ്റ്റാൻസയും റിപ്പീറ്റേഷൻ തന്നെയാണ് വരുന്നത്, ഫസ്റ്റ് ലൈനും ലാസ്റ്റ് ലൈനും. വി ആർ ഫാമേഴ്സ് ഓൺ ദിസ് ലാൻഡ്. ഞങ്ങൾ ഈ ഒരു ലാൻഡിലെ ഫാമേഴ്സ് ആണ്. ഈ 2 ലൈൻസ് നമുക്ക് ആഡ് ചെയ്യാം. വി ഹാർവെസ്റ്റ് ദ ക്രോപ്സ് വിത്ത് ഗ്രേറ്റ് കെയർ. അതായത് നമ്മൾ വളരെയധികം ശ്രദ്ധയോടുകൂടി വിളവെടുക്കും എന്നുള്ളതാണ്. ഹാർവെസ്റ്റ് എന്ന് പറഞ്ഞാൽ വിളവെടുക്കുന്നതിനെയാണ് കേട്ടോ പറയാം. വി സീ ദ ഫ്രൂട്ട്ഫുൾ റിസൾട്ട് ഓഫ് അവർ ഹാർഡ് വർക്ക്. അതായത് നമ്മൾ കാണും എന്താണ്, നമ്മളുടെ കഠിനാധ്വാനത്തിൻ്റെ ഫ്രൂട്ട്ഫുൾ റിസൾട്ട്, അതായത് ഫലസമൃദ്ധമായ ഒരു റിസൾട്ട് നമ്മൾ കാണും എന്നാണ് പറയുന്നത്. പിന്നെ എന്താണ്, വി ആർ ഹാപ്പി ഇൻ ദിസ് വേൾഡ്. അതായത് ഞങ്ങൾ ഈ ഒരു ലോകത്തിൽ ഹാപ്പിയാണ്, അതായത് സന്തോഷവാന്മാരാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ആക്ടിവിറ്റിയിലുള്ളത്. ഇനി ഈ ലൈൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് എഴുതാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോവാം. Activity 7, Program Notice. The Farmers Club of Kanigattur Grama Panchayat has decided to celebrate Farmers Day on Chingam 1. അപ്പം എന്താണ്, പ്രോഗ്രാം നോട്ടീസ്. നോട്ടീസ് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ, ഓരോ പരിപാടികളുടെയൊക്കെ നോട്ടീസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ പിന്നെ എന്താണ്, ഫാമേഴ്സ് ക്ലബ് ഓഫ് കനികത്തൂർ ഗ്രാമപഞ്ചായത്ത്, കനികത്തൂർ പഞ്ചായത്തിലെ ഫാമേഴ്സ് ക്ലബ്ബ് എന്ത് ചെയ്യാണ്, ഫാമേഴ്സ് ഡേ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ചിങ്ങം 1 തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം ലെറ്റ് us റീഡ് their പ്രോഗ്രാം നോട്ടീസ്. നമുക്ക് അവരുടെ പ്രോഗ്രാം നോട്ടീസ് ഒന്ന് വായിക്കാം. ഫാമേഴ്സ് ക്ലബ്ബ് കനികത്തൂർ ഗ്രാമപഞ്ചായത്ത്. അപ്പോൾ ഫാമേഴ്സ് ഡേ സെലിബ്രേഷൻ. അപ്പോൾ ഇവിടെ എന്താണ്, ആരാണ് ഈ ഒരു പ്രോഗ്രാം ചെയ്യുന്നത് അത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഫാമേഴ്സ് ഡേ സെലിബ്രേഷൻ എന്താണ് പരിപാടി എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്, നോട്ടീസും കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താണ്, ഡിയർ ഫ്രണ്ട്സ്, പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മളോട് പറയാണ് വി ഹാവ് ഡിസൈഡഡ് ടു സെലിബ്രേറ്റ് ഫാമേഴ്സ് ഡേ ഓൺ ചിങ്ങം 1. അപ്പം ഞങ്ങൾ എന്താണ്, ഫാമേഴ്സ് ഡേ ചിങ്ങം 1 സെലിബ്രേറ്റ് ചെയ്യാനായിട്ട്, ആഘോഷിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. As part of the celebration, we would like to honor Mrs. Janagi Amma, the recipient of Karshagashri Award 2024. അപ്പം 2024 കർഷകശ്രീ അവാർഡ് കിട്ടിയിട്ടുള്ള ജാനകി അമ്മയെ അനുമോദിക്കാനും കൂടെ ഈ ഒരു പരിപാടിയുടെ ഭാഗമായിട്ട് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, അതേപോലെ ടൈം, എപ്പോഴാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള ടൈം കൊടുത്തിട്ടുണ്ട്. പിന്നെ വെന്യൂ എന്ന് പറഞ്ഞാൽ എവിടെ വെച്ചാണോ ഈ ഒരു പരിപാടി നടത്തുന്നത് ആ ഒരു സ്ഥലം, ഗ്രാമപഞ്ചായത്ത് ഹാൾ കനികത്തൂർ. അപ്പോൾ ഹാളിൽ വെച്ചിട്ടാണ്, അവിടുത്തെ പഞ്ചായത്ത് ഹാളിൽ വെച്ചിട്ടാണ് നടത്തുന്നത്. ഓൾ ആർ ഇൻവൈറ്റഡ്. അപ്പം നമ്മളെ എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട്. പിന്നെ കനികത്തൂർ ആ ഒരു നോട്ടീസ് പ്രിൻ്റ് ചെയ്ത ഡേറ്റും കൊടുത്തിട്ടുണ്ട്. സെക്രട്ടറി ആരാണ് ക്ഷണിക്കുന്നത് അവരുടെ പേരും കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രോഗ്രാം ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്, നോക്കാം. വെൽക്കം സ്പീച്ച്, അതായത് സ്വാഗത പ്രസംഗം, അത് ആളുടെ പേര് കൊടുത്തിട്ടുണ്ട്, മിസ്റ്റർ കൃഷ്ണമൂർത്തിയാണ്. സെക്രട്ടറി ഫാമേഴ്സ് ക്ലബ്ബ് എന്ന് കൊടുത്തിട്ടുണ്ട്, ഫാമേഴ്സ് ക്ലബിൻ്റെ സെക്രട്ടറി ആണ്. നെക്സ്റ്റ് എന്താണ്, പ്രസിഡൻഷ്യൽ അഡ്രസ്സ്, അതായത് മുഖ്യ പ്രഭാഷണം നടത്തുന്നത് ആരാണ്, അത് അവരുടെ പേരും ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. പിന്നെ ടോക്കൺ ഓഫ് ലവ് ടു മിസ് ജാനകി അമ്മ, ജാനകി അമ്മയ്ക്ക് ആരാണ് അവാർഡ് കൊടുക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ ഫെലിസിറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
അതായത് ആശംസകൾ അറിയിക്കുന്നത് അല്ലെങ്കിൽ അനുമോദനം അറിയിക്കുന്നത് ആരൊക്കെ എന്നുള്ളതാണ്. പിന്നെ വോട്ട് ഓഫ് താങ്ക്സ്, അതായത് നന്ദി പ്രകാശനം നടത്തുന്നത് ആരൊക്കെ എന്നുള്ളതിൻ്റെ പേരും ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. ഇതാണ് അപ്പോൾ ഒരു നോട്ടീസിൻ്റെ ഫോം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നോക്കാം. ദ ഫാമേഴ്സ് ക്ലബ് ഇൻ യുവർ സ്കൂൾ ഹാസ് ഡിസൈഡഡ് ടു സെലിബ്രേറ്റ് ദ ഹാർവെസ്റ്റ് ഓഫ് വെജിറ്റബിൾസ് ഗ്രോൺ ഇൻ ദ വെജിറ്റബിൾ ഗാർഡൻ ഓഫ് ദ സ്കൂൾ. പ്രിപ്പയർ എ നോട്ടീസ് ഫോർ ദ പ്രോഗ്രാം. അപ്പം നിങ്ങളുടെ സ്കൂളിലെ ഫാമേഴ്സ് ക്ലബ്ബ് ഒരു പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. എന്താണ്? സെലിബ്രേറ്റ് ദ ഹാർവെസ്റ്റ് ഓഫ് വെജിറ്റബിൾസ് ഗ്രോൺ ഇൻ ദ വെജിറ്റബിൾ ഗാർഡൻ ഓഫ് ദ സ്കൂൾ. സ്കൂളിൽ തന്നെ ഉണ്ടായിട്ടുള്ള, അതായത് സ്കൂളിലെ വെജിറ്റബിൾ ഗാർഡനിൽ ഉണ്ടായിട്ടുള്ള വെജിറ്റബിൾസിൻ്റെ വിളവെടുപ്പ് നടക്കുകയാണ്. അപ്പോൾ ആ ഒരു സെലിബ്രേഷൻ്റെ നോട്ടീസാണ് നിങ്ങൾ തയ്യാറാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അത് നടത്തുന്നത് ഫാമേഴ്സ് ക്ലബിൻ്റെ, സ്കൂളിലെ ഫാമേഴ്സ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിലാണ്. അപ്പം നമ്മൾ അത് വെച്ചിട്ട് വേണം നോട്ടീസ് പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പം നമുക്ക് മേലെ കൊടുത്തിട്ടുള്ള ഫോം നമുക്ക് എക്സാമ്പിളായിട്ട് എടുത്തുകൊണ്ട് ഈ ഒരു മാറ്റർ വെച്ചിട്ട് നമ്മൾ നോട്ടീസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്താലോ? അപ്പോൾ ഇവിടെ ദ ഫാമേഴ്സ് ക്ലബ് എന്ന് കൊടുക്കുക. പിന്നെ എന്താണ്, നിങ്ങളുടെ സ്കൂളിൻ്റെ പേര് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ ഞാൻ എക്സാമ്പിളായിട്ട് ലിറ്റിൽ ഫ്ലവർ പബ്ലിക് സ്കൂളിൽ നിന്ന് കൊടുത്തിട്ട് ഉണ്ടെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്കൂളിൻ്റെ പേര് കൊടുക്കാം. വെജിറ്റബിൾ ഹാർവെസ്റ്റ് സെലിബ്രേഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം അതായത് നമ്മുടെ പരിപാടി എന്താണോ അത് വെജിറ്റബിൾ ഹാർവെസ്റ്റ് സെലിബ്രേഷൻ എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഫെസ്റ്റിവൽ എന്ന് വേണേൽ അങ്ങനെയും കൊടുക്കാം. പിന്നെ നോട്ടീസ് എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താണ്, ഡിയർ ഫ്രണ്ട്സ്, the farmers club of our school has decided to celebrate the harvest of vegetables grown in the vegetable garden of our school. അപ്പം എന്താണ്, ഫാമേഴ്സ് ക്ലബ്ബ് തീരുമാനിച്ചിരിക്കുകയാണ് നമ്മളുടെ എന്താണ് സ്കൂളിലെ വെജിറ്റബിൾ ഗാർഡനിലുണ്ടായ വെജിറ്റബിൾസ് എല്ലാം എന്ത് ചെയ്യാൻ, ഹാർവെസ്റ്റ് ചെയ്യാൻ, വിളവെടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ജോയിൻ us to honor the hard work of our strong and young farmers. അപ്പം ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യൂ. എന്തിനു വേണ്ടിയിട്ടാണ്? ഞങ്ങളുടെ സ്കൂളിലെ നല്ല ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള കുട്ടി കർഷകരെ, കുഞ്ഞു കർഷകരെ അനുമോദിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുകയാണ്. പിന്നെ ഇവിടെ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, ടൈം കൊടുത്തിട്ടുണ്ട്. വെന്യൂ എന്ന് പറയുന്നത് എവിടെ വെച്ചാണോ പരിപാടി നടക്കുന്നത് ആ സ്ഥലം, അതാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇവിടെ എന്താണ്, സ്കൂൾ വെജിറ്റബിൾ ഗാർഡനിൽ വെച്ചിട്ടല്ലേ നമ്മൾ ഹാർവെസ്റ്റ് നടത്താം. അപ്പോൾ അത് കൊടുത്തിട്ടുണ്ട്. ടൈമും ഡേറ്റും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചേഞ്ച് ചെയ്യാം കേട്ടോ. പിന്നെ പ്ലേസും ഡേറ്റും കൊടുക്കുക. അത് ഞാൻ ഫില്ല് ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് കൊടുക്കാം കേട്ടോ. പ്ലേസ് എന്ന് എഴുതിയതിൻ്റെ സൈഡിലായിട്ട് നിങ്ങൾക്ക് എന്തെഴുതാം, പ്ലേസ് എഴുതാം. ഡേറ്റിൻ്റെ അടുത്ത് നിങ്ങൾക്ക് ഡേറ്റും എഴുതാം. പിന്നെ സെക്രട്ടറി ദ ഫാമേഴ്സ് ക്ലബ്ബ് എന്നും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പ്രോഗ്രാമിൻ്റെ ലിസ്റ്റ് നോക്കാം. ഇവിടെ പ്രോഗ്രാം എന്ന് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ കൊടുത്തത് പ്രെയർ ആണ്, പ്രാർത്ഥന. അപ്പോൾ അത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളിൽ പ്രെയർ ചെല്ലുന്ന ആളുകളുടെ ഒക്കെ പേര് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. വെൽക്കം സ്പീച്ച്, അതായത് സ്വാഗത പ്രസംഗം, അരുൺ ആണ് സ്കൂൾ ലീഡർ. അത് നിങ്ങൾക്ക് പേര് ഇഷ്ടമുള്ള കൊടുക്കാം കേട്ടോ. പിന്നെ പ്രസിഡൻഷ്യൽ അഡ്രസ്സ്, അധ്യക്ഷ പ്രസംഗം, അത് ഹെഡ് മാസ്റ്റർ ആണ്, ജോസഫ് എന്നാണ് പേര് കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ സ്കൂളിലെ ഹെഡ് മാസ്റ്ററിൻ്റെ പേര് കൊടുക്കാം, അല്ലെങ്കിൽ ഹെഡ് മിസ്ട്രസിൻ്റെയും പേര് കൊടുക്കാം കേട്ടോ. ദെൻ ഇനോഗ്രേഷൻ, ഉദ്ഘാടനം, അത് ആരാണ്? പഞ്ചായത്ത് പ്രസിഡൻ്റാണ് ഉദ്ഘാടകൻ. അപ്പോൾ ഒരു പേരും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫെലിസിറ്റേഷൻ എന്ന് വെച്ചാൽ അഭിനന്ദനം അർപ്പിക്കുന്നതിനെയാണ്. അപ്പോൾ ഇവിടെ സെക്രട്ടറി ഓഫ് ഫാമേഴ്സ് ക്ലബ്ബ് എന്നാണ് കൊടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺവീനർ ഓഫ് ഫാമേഴ്സ് ക്ലബ്ബ് എന്നോ ഒക്കെ കൊടുക്കാം. ദെൻ വോട്ട് ഓഫ് താങ്ക്സ്, അതായത് നന്ദി പ്രകാശനം. റീന എന്നാണ് പേര് കൊടുത്തിട്ടുള്ളത്, പ്രസിഡൻറ്റ് ഫാമേഴ്സ് ക്ലബ്ബ്. ഫാമേഴ്സ് ക്ലബിൻ്റെ പ്രസിഡൻറ്റിനാണ് ആ ഒരു കർത്തവ്യം നിർവഹിക്കാനുള്ള ചാൻസ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നാഷണൽ ആന്തം, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ സ്കൂളിൽ നാഷണൽ ആന്തം, അതായത് ദേശീയഗാനം ചൊല്ലുന്ന ആളുകളുടെ പേരും കൊടുക്കാം കേട്ടോ. പിന്നെ ഓൾ ആർ വെൽക്കം എന്നും കൊടുത്തിട്ടുണ്ട്. സോ ഇത്രയാണ് നമ്മളുടെ ഈ ഒരു ആക്ടിവിറ്റീസ് വരുന്നത്. കംപ്ലീറ്റ് ആക്ടിവിറ്റീസ് നമ്മളുടെ ഈ ഒരു വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.